കേക്കണേട്ടാ. സിന്ധു ടീച്ചറിന്റെ മോളെ പാറ്റിന് വിളിച്ചോണ്ട് വന്നത്. അവിടെ എന്തൊരടിയെ അവിടെ ഒരു കുറവ് കേക്കണത്? ഓ, അത് സിന്ധു ടീച്ചറിന്റെ മോളെ പാറ്റിന് കൊണ്ടുവന്നത്. ഗർഭം വരാനായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് എത്ര 6 മാസല്ലേ ആയി? പോയി എന്നെ എവിടെ കഴിച്ചു. ആ കൊച്ചിന്റെ കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷമായി. ഇവരെ മനസ്സിരിപ്പ് കണ്ടാ? അവരെന്ത് നിന്നെ വിളിച്ചില്ലേ? എന്നെ വിളിച്ചു. അതിനാണ് ഞാൻ ഈ മാലയൊക്കെ എടുത്തിട്ടത് കേട്ടോ. വലിയ മാല. ഇത് രമേശ് ഏട്ടൻ കൊണ്ടിട്ട മാലയാണ്. ടീച്ചർ പറഞ്ഞിട്ടുണ്ട് അവിടെ എന്തെങ്കിലും ഫംഗ്ഷന് പോകുമ്പോ വലിയ മാലയും കമ്മലും ഒക്കെ ഇട്ടോണ്ട് പോണോന്ന്. അല്ലെങ്കിൽ ടീച്ചറിന് നാണക്കേട്. നീ എങ്കിൽ പോയിട്ട് വരുമ്പോ അമ്മക്ക് ഇത്തിരി ചോറ് കൂടെ വാങ്ങിച്ചോണ്ട് വന്നേ. ഓ, ഞാൻ പോയിട്ട് വരുമ്പോ നിങ്ങൾക്ക് കുറച്ച് ചോറ് എടുത്തോണ്ട് വരാന്നേ. എന്റെ മുഖം വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ കൈയും കാലും ഒക്കെ ഒരുമാതിരി കറുത്തിരിക്കണ കേട്ടാ. അതിനെന്തൊരു ചെയ്യണമെന്നറിയാമോ? ബേക്കിംഗ് സോഡയും പേസ്റ്റ് നാരങ്ങ നീരും കൂടെ നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് കയ്യിലും കാലിനും നല്ല മസാജ് ചെയ്യുമ്പോൾ കൈയും കാലും പള്ളാന്ന് വെളുക്കുമെന്ന് ശ്രീചേച്ചി പറഞ്ഞു. അതും കൂടെ ചെയ്തിട്ട് വേണം പോവാൻ. കാരണം എന്താണെന്നറിയാമോ? അവിടെ സിന്ധു ടീച്ചറിന്റെ ഒരു അനിയത്തിയുണ്ട്. അപ്പപ്പോ എന്തൊരു മേക്കപ്പ്. അവരെ വിചാരം എന്ന് പറഞ്ഞാൽ അവരെന്തോ വലിയ സംഭവം എന്നും പറഞ്ഞ് ഒരുങ്ങിയില്ലെങ്കിൽ ഒരു കാശിന് വയ്യം കേട്ടാ. അപ്പൊ ഒരുങ്ങി പുട്ടിയിട്ടേ എപ്പോഴും നടക്കുള്ളൂ. അപ്പൊ നമ്മൾ ചെറുതാവാൻ പാടില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ ഇതൊക്കെ എടുത്തിട്ട്. ഇപ്പോഴത്തെ പിള്ളേര് വയറ്റിക്കണ്ണികളാവുമ്പോ എന്തരോ പോസ്റ്റ്മാർട്ടോ എന്തരോ വന്ന് പിള്ളേരെയൊക്കെ എടുത്ത് കണക്റ്റിയിടും. പോസ്റ്റ്മാർട്ടം ഒന്നല്ല, പോസ്റ്റ്മാർട്ടം ഡിപ്രഷൻ. അതിപ്പോഴത്തെ പിള്ളേർക്കൊക്കെ ഉണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോ നമ്മള് പറ്റ കാര്യമാണ് നമ്മൾ ആലോചിക്കണം. നിങ്ങൾക്ക് കേൾക്കണം. ഇനിയിപ്പൊ എവരെ കഥ പറയും. നബീസും സ്റ്റെല്ലയും ഞാനും ഒരുമിച്ച് പള്ളിക്കൂടത്തിൽ പോയി 3ാം ക്ലാസ് വരെ നമ്മൾ പഠിച്ച് പഠിത്തം നിർത്തി 15ാമത്തെ വയസ്സിൽ നമ്മളെ 3 പേരെയും കെട്ടിച്ചു കൊടുത്തു. ഒരുമിച്ചാണ് വയറ്റിക്കണ്ണികളായിട്ടിരുന്നത്. അന്ന് നമ്മളിങ്ങനെ അനങ്ങാതെ ഒന്നും അല്ല നടക്കണം. നമ്മള് നെല്ല് ചുമന്ന് അത് അവിച്ച് കുത്തി ഉണക്കിയാണ് കഞ്ഞി വെച്ച് കുടിച്ചോണ്ടിരുന്നത്. നമ്മൾ ഈ വയറ്റിൽ കൊച്ചു കിടക്കണം എന്നുള്ള കാര്യം പോലും മറന്നുപോകും. നമ്മള് മിറ്റം തൂത്ത് വീട് തൂത്ത് വീട്ടില് കഞ്ഞിയും കറികളും എല്ലാം വച്ച് പിന്നെ അങ്ങ് ജോലി ഒരുപാട് ചെയ്ത് നമ്മൾ 3 പേരും കൂടി ഇറയത്തിങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് നബീസ് പറഞ്ഞു, എനിക്ക് ഇത്തി വിളയിൽ പോകണം. അന്ന് ഈ കക്കൂസും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ വിളയിൽ പോകണമെന്ന് പറഞ്ഞാൽ അവൾക്ക് തൂറാമുട്ടി പോണതാണ്. ശരി, നീ വെയിറ്റ് വാന്ന് പറഞ്ഞു വിട്ട് കുറച്ച് കഴിഞ്ഞപ്പോ ഉണ്ട് നബീസുന്റെ ഉമ്മച്ചി വിളിക്കണ, എടിയേ നബീസ് പെറ്റ് ആ വയറ്റാട്ടി ചെല്ലേക്കനെ വിളിക്കേ. എന്റെ അമ്മ പറഞ്ഞു അവൾ ഇപ്പൊ പെയ്യല്ലേ ഉള്ളു. അങ്ങനെ ഞാൻ ഇരുന്നപ്പോ എന്റെ അമ്മ പറഞ്ഞു, നീ ആ മുറ്റം എടുത്ത് തൂരി ഇങ്ങനെ കയറി ഇരിക്കാതെ. ഞാൻ മിറ്റം തൂക്കാനായിട്ട് ഇങ്ങനെ കുനിഞ്ഞത് എനിക്ക് അടിവയറ്റീന്നൊരു വേദന. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ അടിവയറ്റീന്നൊരു വേദന. അപ്പൊ അമ്മ പറഞ്ഞു, പാറ്റ് നോവാവും, നീ ഇവിടെ വന്നിരിക്കും. ഞാൻ വന്നിരുന്ന ഇറയത്ത് ഞാൻ പറ്റും. അമ്മ ഇവിടുന്ന് ചെല്ലക്കോ ഇങ്ങോട്ട് വായോ എന്റെ പെണ്ണ് പറ്റൂന്ന്. ഇത് കേട്ടോണ്ട് മുറ്റത്ത് നിന്ന സ്റ്റെല്ല അവൾ അവിടെ മുറ്റത്ത് പറ്റി. എന്നെ അതൊക്കെ അന്നത്തെ കാലം. ഇന്ന് അതൊന്നും നടക്കൂല. എന്തിനു പറയണ? ആ പെറ്റ നബീസ് 12 പെറ്റ്. വലിയ ഗമ 12 പെറ്റത്. എന്റെ നാരായണേട്ട എന്നാ നോക്കി പറയും, എടി ഈ കാവറിന് ഇത് നീ പണിയെന്ന്. ഞാൻ പറയും പോയി എന്നേന്ന്. അപ്പൊ ഒരു നോട്ടമുണ്ട്. പിറ്റന്ന് ഞാൻ വയറ്റിക്കണ്ണു. ഇവരെ പെറ്റിട്ടിട്ട് പിള്ളേരെ അങ്ങ് തള്ളിയിട്ട് പോകുന്ന പിള്ളേര് തോന്നും പോലെ അങ്ങ് വളരും. നമ്മൾ അങ്ങനെയാ, നമ്മൾ മുട്ട പോലെ നമ്മളെ മക്കളെ കൊണ്ട് നടക്കണത്. തന്നെടി, അന്ന് ചിറകിൽ ഒതുങ്ങണ പ്രായം കഴിഞ്ഞാൽ കൊത്തിപ്പിരിക്കും. അവനവൻ തന്നെത്താനെ ജീവിക്കണം, തന്നെത്താനെ ജോലി ചെയ്ത് ജീവിക്കണം. അപ്പൊ പിള്ളേർക്ക് എന്തൊരു ജീവിതത്തിൽ വിഷമങ്ങൾ വന്നാ താങ്ങാനുള്ള മനക്കരുത്ത് കാണും. എന്റെ രമേശേട്ടൻ പറയും, പോയി അതോരോ വീട്ടിൽ പോയി 10-50 കുടം വെള്ളം കോരി അവർക്ക് കൊടുത്തിട്ടാണ് അത് സ്കൂളിൽ പഠിക്കാൻ പോണേ. അവരെ ഒരു യോഗ്യത. നിന്റെ ഭർത്താവ് തന്നെത്താനെ വെള്ളം വാരിയ കാര്യം പറഞ്ഞോളാ. ഞാൻ കടന്ന് കഷ്ടപ്പെട്ട കാര്യം അവൻ പറഞ്ഞില്ലേ? അവന്റെ തലയണ മന്ത്രം നോക്ക്. ഭാര്യരോട് പറഞ്ഞു കൊടുത്തിരിക്കണം, തള്ളേരോ കുറ്റം. അപ്പൊ ഞാൻ അറിയാതെ പറഞ്ഞു. ഇനിയിപ്പൊ അങ്ങേര് വന്ന് നുണച്ചു കൊടുത്ത് ഈ കുടുംബത്ത് മൊത്തം വഴക്കായിരിക്കും. ഞാൻ അങ്ങേര് എന്നെ എടുത്തിട്ട് അടിക്കുന്നു. അയ്യോ അമ്മ, ഞാൻ ചുമ്മാ പറഞ്ഞത്. നിങ്ങൾക്ക് ഞാൻ വരുമ്പോ ചോറെടുത്തോണ്ട് വരാം. ഞാൻ പോണേ, സിന്ധു ടീച്ചറിന്റെ വീട്ടിൽ പോണേ. ഞാൻ പോട്ടാ. ഇവർക്ക് കുറച്ച് ചോറൊക്കെ പായസമൊക്കെ എടുത്തോണ്ട് കൊടുക്കുമ്പോ ഇവർക്ക് സമാധാനാവും. അപ്പൊ ഞാൻ പോയിട്ട് വരണേ. Thank you.